ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കാളകളുടെ ശുശ്രൂഷ ഗുരുദേവന്റെ വക. പ്രിയരെ, ഗുരുദേവൻ ശിവഗിരിക്കുന്നിനടുത്തുള്ള ഒരു കുന്നിലാണ് മാതൃകാ വിദ്യാലയം സ്ഥാപിക്കുന്നതിന് പറ്റിയ ഇടം കണ്ടെത്തിയിരുന്നത്. അവിടെ സംഭാവനയായും കാണിക്കയായും ഭക്തജനങ്ങളിൽ നിന്നും ശേഖരിച്ച പണം കൊണ്ട് ഗുരുദേവൻ നല്ലൊരു സ്കൂൾ മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ശിവഗിരിയിലുള്ള മിക്ക ദിവസങ്ങളിലും പതിവായി ഗുരുദേവൻ ആ പണിസ്ഥലത്തെത്തുമായിരുന്നു. കെട്ടിട നിർമ്മാണത്തിനു വേണ്ടി വരുത്തിയിരുന്ന വെട്ടുകല്ലുകൾ ആ കുന്നിന്റെ താഴെയൊരിടത്ത് അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അത് കാളവണ്ടിയിലാണ് നിർമ്മാണ സ്ഥലത്ത് എത്തിച്ചിരുന്നത്. അതിനുള്ള വഴി വലിയ കയറ്റമുള്ളതായിരുന്നു. അതിനാൽ കാളകൾക്ക് ഭാരവുമായി അവിടെ എത്തുവാൻ വളരെ പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു. എന്നിട്ടും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കല്ല് എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ വണ്ടിക്കാർ കണക്കിലധികം കല്ലുകൾ വണ്ടിയിൽ കയറ്റുക പതിവായിരുന്നു. അതുകൂടാതെ അമിതഭാരം വലിക്കാൻ പാടുപെടുന്ന ആ കാളകളെ വണ്ടിക്കാർ കഠിനമായി ഉപദ്രവിച്ചും പോന്നിരുന്നു. ഒരു ദിവസം ഗുരുദേവൻ ശിവഗിരിയിൽ നിന്നും നിർമ്മാണ സ്ഥലത്തേക്ക് നടന്നു പോകുകയായിരുന്നു. അപ്പോൾ വഴിയിൽ അമിതഭാരം കാരണം വണ്ടി വലിക്കാൻ പ്രയാസപ്പെടുന്ന കാളകളെ കാണുവാനിടയായി. മാത്രമല്ല, ഒരു വണ്ടിക്കാരൻ അപ്പോൾ കാളകളെ ചാട്ടവാർ കൊണ്ട് അടിക്കുന്നുമുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഗുരുദേവൻ വേഗം നടന്ന് ആ കാളവണ്ടിയുടെ അടുത്തെത്തി. അടികൊണ്ടും ഭാരം കൊണ്ടും വളരെ ക്ഷീണിച്ചു തളർന്നിരുന്ന ആ കാളകളെ നോക്കിയിട്ട് ഗുരുദേവൻ വണ്ടി നിർത്താൻ ആജ്ഞാപിച്ചു. വണ്ടിക്കാരൻ ഉടനെ വണ്ടി നിർത്തി. ഗുരുദേവൻ, നിന്റെ ചുമലിൽ എടുക്കാൻ പറ്റാത്ത ഭാരം വച്ചു തന്നാൽ നീ ചുമക്കുമോ? വണ്ടിക്കാരൻ ഒന്നും മിണ്ടാതെ നിന്നു. ഉടനെ ഗുരുദേവൻ രണ്ടാളുകളെ വിളിപ്പിച്ച് ആ കാളവണ്ടിയിൽ നിന്നും പകുതി കല്ലുകൾ ഇറക്കി വയ്പ്പിച്ചു. അതിനുശേഷം ആ വണ്ടിക്കാരനോടായി ഇപ്രകാരം കൽപ്പിച്ചു: കാളകൾക്ക് പ്രയാസം കൂടാതെ വലിക്കത്തക്കവണ്ണമുള്ള അത്ര കല്ലുകളെ മേലാൽ വണ്ടിയിൽ കയറ്റാൻ പാടുള്ളൂ. ആ സാധുജീവികളെ ഉപദ്രവിക്കുകയുമരുത്. ഇത് മറ്റു വണ്ടിക്കാരോടും നീ ചെന്ന് പറയണം. എന്താ, മനസ്സിലായോ? വണ്ടിക്കാരൻ അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ നിന്ന് തലകുലുക്കി. ആ നേരത്ത് മറ്റുള്ള വണ്ടിക്കാരും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഗുരുദേവൻ അതിലൊരു കാളയുടെ തലയിലും കൊമ്പിലുമൊക്കെ മൃദുവായി തലോടി. അതപ്പോൾ ഗുരുദേവനെ നമിക്കുന്നതുപോലെ ശിരസ് കുനിച്ചു നിന്നു. അത് കണ്ടിട്ട് ഗുരുദേവൻ ആ വണ്ടിക്കാരനെ നോക്കി ഇങ്ങനെ പറഞ്ഞു: 6 ദിവസത്തെ ജോലി കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം ഞായറാഴ്ച കാളകളെക്കൊണ്ട് യാതൊരു ജോലിയും ചെയ്യിക്കരുത്. നന്നായി കുളിപ്പിച്ചും നല്ല പുല്ലും വെള്ളവും ആവശ്യം പോലെ കൊടുത്തും ശുശ്രൂഷിച്ചു കൊള്ളണം. വണ്ടിക്കാരെല്ലാം അത് സമ്മതിച്ചപ്പോൾ ഗുരുദേവന് വലിയ സന്തോഷമായി. ആ സന്തോഷം മറച്ചുവെക്കാതെ ഉടനെ ഇപ്രകാരം അരുളി ചെയ്തു: ഞായറാഴ്ച തോറുമുള്ള കാളകളുടെ ശുശ്രൂഷാ ചെലവുകൾക്കായി 10 ചക്രം വീതവും വണ്ടിക്കാരന് 4 ചക്രം വീതവും അനുവദിച്ചിരിക്കുന്നു. വണ്ടിക്കാർക്ക് അതിൽ പരമൊരു സന്തോഷം ഉണ്ടാകാനില്ലായിരുന്നു. ആ ആനന്ദം കണ്ടിട്ടോ പിന്നീടുള്ള അവരുടെ പെരുമാറ്റം കണ്ടിട്ടോ കാളകൾ ഭാരമൊഴിഞ്ഞ നിലയിൽ എന്ന പോലെ തലയാട്ടിക്കൊണ്ട് കുന്നിലേക്ക് വീണ്ടും വണ്ടി വലിക്കാൻ തുടങ്ങുകയായി. സ്നേഹപൂർവ്വം, ഇഞ്ചൻ, കയനാടത്ത്.